8,000 മീറ്റർ അബോയ്ക്ക് പറയുന്നത് ഡെത്ത് സോൺ എന്നാണ്. ഇവിടെ നമ്മൾ നടന്നിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ പവറുള്ള ആൾക്കാരാണ്, നമ്മൾ സൂപ്പർമാൻ ആണെന്ന് വിചാരിക്കും. എവറസ്റ്റ് ഉപയോഗിച്ച സ്ലീപ്പിംഗ് ബാഗ് വെച്ചൊരു വെട്ട് കിട്ടിയാൽ അൺബ്രേക്കബിൾ ആണ്. ഹംഗ്രി ട്രക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കളമശ്ശേരി ഡെക്കാത്തലോണിലാണ്. ഷെയ്ഖ് ഹസൻ ഖാൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, വർക്ക്ഷോപ്പുണ്ട്, ട്രക്കിംഗ് വർക്ക്ഷോപ്പ്. ട്രക്കിംഗ് എങ്ങനെ ഈസി ആക്കാം, ട്രക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. വളരെ സന്തോഷമുണ്ട്, കാര്യം അദ്ദേഹത്തെ പോലൊരു വ്യക്തിയായിട്ട് നമുക്ക് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ ഡെക്കാത്തലോണിൻ്റെ അകഭാഗമാണ്. ഇന്ന് വെക്കേഷനൊക്കെ ആയതിനായിരിക്കും നല്ല തിരക്കുണ്ട് കേട്ടോ. ട്രക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ചെറിയ ബാഗുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പം അഗസ്ത്യാർകൂടം പോയപ്പോൾ കണ്ടില്ലേ, രണ്ടാമത്തെ ദിവസം നമുക്കൊരു ചെറിയ ബാഗിൻ്റെ ആവശ്യം വന്നില്ല. അങ്ങനെയുള്ള ചെറിയ ബാഗുകൾ ട്രക്കിങ്ങിന് മാത്രമല്ല, എല്ലാ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ജിമ്മിനൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഒരാളെ തന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ബാഗുകളൊക്കെ നമ്മുടെ പ്രൊഫഷണലായിട്ട് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാഗുകളുണ്ട്. ഇതിന് ഏതാണ്ട് 9 രൂപയോളം വില വരുന്നുണ്ട്. ട്രക്കിംഗ് പാൻറ്റുകളാണ്, പിന്നെ സ്റ്റീൽ ബോട്ടിലുകൾ, പിന്നെ ഡബ്ബകൾ. നമുക്കിപ്പം പോകുമ്പോഴത്തേന് ചെറിയ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ഇത് ബോട്ടിലുകൾ. ട്രക്കിംഗ് പാൻറ്റിൻ്റെ ഒരു വൈഡ് കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ടൈപ്പൊക്കെ എനിക്ക് തോന്നുന്നത് ഹണ്ടിങ്ങിന് പോകുമ്പോഴും പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കൊക്കെ ആ സമയത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാനുള്ള ട്രക്കിങ്ങിൻ്റെ ഷൂസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പല മോഡൽ ട്രക്കിംഗ് ഷൂസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവരുടെ ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ ഈ വന്നേക്കുന്നത്. ഷെയ്ഖ് ഹസൻ ഖാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിലും വളരെ ചുരുക്കത്തിൽ ഒന്ന് പറയാം. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ പന്തളം സ്വദേശിയായ ഒരു പ്രശസ്ത മൗണ്ടനിയറാണ് ഇദ്ദേഹം. 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയർന്ന പർവ്വതങ്ങൾ കീഴടക്കി ഈ നേട്ടം കൈവരിച്ച ആദ്യ മലയാളി കൂടിയാണ്. 7 സമ്മിറ്റ് ഏതൊക്കെയാണെന്നറിയാമോ? മൗണ്ട് എവറസ്റ്റ് നേപ്പാൾ, മൗണ്ട് ദനാലി നോർത്ത് അമേരിക്ക, മൗണ്ട് എൽബ്രസ് യൂറോപ്പ്, മൗണ്ട് കിളിമാഞ്ചാരോ ആഫ്രിക്ക, മൗണ്ട് വിൻസൺ അന്റാർട്ടിക്ക, മൗണ്ട് അക്കോങ്കാഗ്വ സൗത്ത് അമേരിക്ക, മൗണ്ട് കോസിയാസ്കോ ഓസ്ട്രേലിയ. കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഓജസ് ദൽ സലാഡോയിലെ ആക്റ്റീവ് വോൾക്കാനോ ഉള്ള പർവ്വതം ജനുവരി 2024 കീഴടക്കി. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ അപാരമാണല്ലേ. കൂടാതെ ആഗ്രഹവും. നാം ആഗ്രഹിക്കുന്നത് മനസ്സിൽ കൊണ്ടു നടക്കുവാനുള്ളതല്ല, അത് നേടിയെടുക്കാനാണ്. അതിനുവേണ്ടി ശ്രമിച്ചാൽ അവ നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും. വരൂ, നിങ്ങളെ എല്ലാവരെയും ഷെയ്ഖ് ഹസൻ ഖാൻ്റെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. കൂടുന്നതനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ലേയേഴ്സൊക്കെ ആഡ് ചെയ്യേണ്ടവരും അതിൻ്റെയുള്ള പ്രിക്കോഷൻസ് എടുക്കേണ്ടവരും. മാക്സിമം എത്ര ആൾട്ടിറ്റ്യൂഡൊക്കെ നിങ്ങളൊക്കെ പോയിട്ടുള്ളത്? 5,000 മീറ്റർ. 5,000 മീറ്ററൊക്കെ നല്ല ഹൈറ്റാണ്. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ പറയുന്നത് മിനിമം ഒരു 3,000 മീറ്റർ അപ്പോൾ നമ്മുടെ ലേ ലഡാക്കിൻ്റെ ഉയരം ഉണ്ടല്ലോ, അതിന് മുകളിലാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം പ്രധാനപ്പെട്ട ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉയരം കൂടുന്നതനുസരിച്ച് ഓക്സിജൻ കുറയുമല്ലോ. അപ്പം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബേസിക്കലി നമ്മുടെ തിരിച്ച് അങ്ങോട്ട് പോകുന്ന പോലെ തന്നെ തിരിച്ചു വരണ്ടേ, സേഫായിട്ട് തന്നെ തിരിച്ചു വരണ്ടേ, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ പോകുമ്പം സേഫ്റ്റി ഇല്ലാതെ പോകുന്ന ഒട്ടും നല്ല കാര്യമല്ല. അപ്പം അതുകൊണ്ട് കുറച്ച് അസുഖങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൈ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിക്നസ് എന്ന് കേട്ടിട്ടില്ലേ? അതറിയാം, പോയവർക്കൊക്കെ അറിയാം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഈ ആൾട്ടിറ്റ്യൂഡ് കയറുമ്പോൾ നമ്മൾ കൃത്യമായ റെസ്റ്റ് എടുക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും.
നമ്മുടെ ശരീരം ഓക്സിജൻ കുറവല്ലേ ഉള്ളൂ അവിടെ. അപ്പോൾ എന്ത് ചെയ്യും, ശരീരം കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കും, RBC ഉൽപ്പാദിപ്പിക്കും നമ്മൾ ഈ ഹൈറ്റിലോട്ട് പോകുമ്പോൾ. അപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഈ RBC മൂലം ബ്ലഡ് കട്ടിയാവും. ബ്ലഡ് കട്ടിയായിട്ട് നമുക്ക് തലക്ക് വേദന വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ വെള്ളം കുടിച്ച് ഈ ബ്ലഡിനെ തിന്നാക്കി മാറ്റണം. അപ്പം നമ്മളതിന് ചെയ്യുന്ന വേല അക്ലമറ്റൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയിട്ട് ലോ ആൾട്ടിറ്റ്യൂഡിൽ വന്ന് കിടന്ന് ഉറങ്ങും. എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്നവർക്കറിയാം. ഫസ്റ്റ് ഡേ നമ്മൾ ലുക്ലയിലാണ് പോകുന്നത്. ലുക്ല കഴിഞ്ഞ് നാംചെ ബസാർ എന്ന സ്ഥലത്തുണ്ട്. നാംചെ ബസാർ 2 ദിവസം താമസിക്കും. അപ്പോൾ നാംചെ ബസാർ 3440 മീറ്ററാണ്. 3000 മീറ്റർ തുറക്കുന്ന അവിടെ മുതലാണ്. അപ്പോൾ 2 ദിവസം താമസിക്കുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് അക്ലമറ്റൈസ് ആവും. ഈ RBC കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്കത് എന്താ പറയുക, മൂലം തലവേദന ഉണ്ടാകത്തില്ല. എന്നിട്ട് വീണ്ടും നമ്മൾ 4400 മീറ്റർ ബിങ്കോച്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ 2 ദിവസം താമസിക്കും. അതും അക്ലമറ്റൈസേഷൻ ഉണ്ട്. എന്നിട്ടാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. ഞങ്ങൾ എവറസ്റ്റിൽ പോകുന്ന സമയത്ത് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5300 മീറ്റർ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് 6100 മീറ്ററുള്ള ലബൂച്ചി ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു പീക്ക് ക്ലൈംബ് ചെയ്തിട്ട് വീണ്ടും ബേസ് ക്യാമ്പിൽ വരും. അതൊരു അക്ലമറ്റൈസേഷനാണ്. 6100 മീറ്ററിൽ പോയിട്ട് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിൽ വരിക, 5300 മീറ്റർ വരിക. അത് നമ്മുടെ ബോഡി നല്ലപോലെ അക്ലമറ്റൈസ് ചെയ്യും. അടുത്ത ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റിന്റെ ക്യാമ്പ് 3 വരെ പോകും. 7300 മീറ്റർ, 7250 മീറ്റർ വരെ പോകും. എന്നിട്ട് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിൽ വന്നിട്ട് കിടക്കും. അതിന് 8 ദിവസം പിടിക്കും. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് എവറസ്റ്റ് 60 ദിവസം എടുക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ നിന്ന് 3 മലയാളികൾ പോയിട്ടുണ്ട് എവറസ്റ്റ് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അവര് ഈ സെക്കൻഡ് റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ റൊട്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് 8000 മീറ്റർ എബോയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. 8000 മീറ്റർ എബോയ്ക്ക് പറയുന്നത് ഡെത്ത് സോൺ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോണിൽ നമ്മുടെ ബോഡി ഒരിക്കലും അക്ലമറ്റൈസ് ചെയ്തില്ല. നമ്മൾ എത്ര നാൾ 8000 മീറ്റർ മേളിൽ താമസിച്ച് കഴിഞ്ഞാലും നമുക്ക് അക്ലമറ്റൈസേഷൻ വരത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചു വരേണ്ട ഒരു സാധനമാണ് ഈ സമ്മിറ്റിന്റെ ഡേ. ഈ ഒരു അക്ലമറ്റൈസേഷൻ പ്രോസസ്സ് കറക്റ്റ് ആയിരിക്കണം ട്രക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഒന്നും ഇല്ല. സൗത്ത് ഇന്ത്യയിൽ തന്നെ വലിയ ആൾട്ടിറ്റ്യൂഡ് ഇല്ല. കാരണം മീശപ്പുലിമല ഏകദേശം 8500 ഫീറ്റേ ഉള്ളൂ. ലഡാക്കിന് ഉയരം പോലും ഇല്ല. അപ്പോൾ അക്ലമറ്റൈസേഷന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഹിമാലയൻ ട്രക്സ് പോകുന്ന ആൾക്കാർ ഇത് വളരെയധികം ശ്രദ്ധിക്കണം, ട്രക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ AMS അസുഖം ഉണ്ടാവാം. രണ്ടാമത് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമിനറി എഡീമ. എന്നുവെച്ചാൽ നമ്മുടെ ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് കെട്ടും, പിന്നെ ഭയങ്കര ചുമയായിരിക്കും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ പോകുന്നവർക്കുള്ളൊരു ടെക്നിക്കാണ്. മുഴുവൻ സമയം നമ്മൾ ബഫ് യൂസ് ചെയ്യുക. ബഫ് അറിയാമല്ലോ, നമ്മുടെ എന്താ പറയുക, മുഖം മൂടി ഇരുന്നൊരു സാധനമുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ട് കാണിക്കാം. അത് ഉപയോഗിക്കുക. ഇത് യാത്ര ചെയ്യുമ്പോൾ മുഴുവൻ സമയം വായിൽ കൂടെ ശ്വാസം എടുത്താലും കുഴപ്പമില്ല, ഇതിനകത്തൂടെ എടുക്കാവും. അപ്പൊ അത് പലരും ചെയ്യുന്ന തെറ്റ്, ഈ സാധനം യൂസ് ചെയ്യാതെ കുറച്ച് ആദ്യത്തെ ഒരു 5 days 6 days അങ്ങ് പോകും. പിന്നെ അവർക്ക് പതുക്കെ ചുമ പിടിക്കും. പിന്നെ ആ ചുമ നിങ്ങളുടെ അവസാനം മീൻസ് ആ ട്രക്കിങ്ങിന്റെ അവസാനം വരെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, പോകുന്ന വഴിക്ക് ചൂടുവെള്ളം അല്ലാതെ വേറൊരു വെള്ളം കുടിക്കാൻ പാടില്ല. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടി ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ തൊണ്ടയ്ക്ക് പ്രശ്നം വരത്തില്ല. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമിനറി എഡീമ കുറച്ചെങ്കിലും കുറയ്ക്കാൻ പറ്റും. കാരണം എനിക്കത് വന്നതാണ് എവറസ്റ്റ് പോയ സമയത്ത്. എനിക്ക് കുറച്ച് ഞാൻ രക്തം ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുകയാണ്. 10-15 ദിവസം അല്ല 20 ദിവസം എക്സ്പെഡീഷൻ ആയിരിക്കും. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ സുഖമായിരിക്കും, തണുത്ത വെള്ളം കുടിക്കണം. പക്ഷെ ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു 6000-7000 മീറ്റർ അബോവ് ഉണ്ടാകുന്ന അസുഖമാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ വെള്ളം കെട്ടുന്ന അസുഖമാണ്, ഫ്ലൂയിഡ് കെട്ടുന്ന അസുഖമാണ്. അതുകൊണ്ട് നമുക്ക് ഹാലൂസിനേഷൻസ് വരും. അപ്പൊ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ തിരിച്ചറിയാൻ പറ്റാതാവും, നമുക്ക് നമ്പറൊക്കെ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റാതാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. പോകുന്നവർ ഇതെല്ലാം കൃത്യമായി നോക്കുക. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോവുകയാണെങ്കിൽ മാക്സിമം ഇൻഷുറൻസ് എടുത്തിട്ട് പോവുക. ഇൻഷുറൻസ് എടുക്കുക. നേപ്പാളിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഹിമാലയൻ ട്രക്സിന് പോവുകയാണെങ്കിൽ ഇൻഷുറൻസ് വലിയ പൈസ ഒന്നും ആകത്തൊന്നുമില്ല. എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ $100 ഉള്ളൂ. ഇപ്പൊ കേദാർകാന്തിക്കൊക്കെ ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ നമ്മളാരും എടുക്കാറില്ലല്ലോ. തുച്ഛമായ പൈസയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ആയിരിക്കും. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഞങ്ങൾ പോയി. അപ്പൊ അവിടെ $100 ഉള്ളൂ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി. കൂടെ ഉള്ള ഒരു കുട്ടിക്ക് വയ്യാതായിട്ട് ടോണിയുടെ സഹായം എടുത്തു. ഒരു ക്യാമ്പിൽ നിന്ന് മറ്റേ ക്യാമ്പിലോട്ട് പോകാൻ $100. അങ്ങനെ 8 ക്യാമ്പാണ് അവര് കുതിരപ്പുറത്ത് പോയത്. $800 ആയി.
ഇൻഷുറൻസ് എടുത്താൽ $100 കാര്യമുള്ളതാണ്. അവർക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് ഫ്ലൈറ്റ് ചോപ്പറിൽ തിരിച്ചു വരാവാറ്. ഈ ആൾട്ടിറ്റ്യൂഡ് കാര്യം പറയാം. ഇവിടുത്തെ ട്രക്കിങ്ങിനൊന്നും ഒരു ടെക്നിക്കിന്റെ ആവശ്യമില്ല. കേരളത്തിലെ ട്രക്കിങ്ങിന് മെയിനായിട്ട് നിങ്ങൾ നല്ല ഹൈഡ്രേറ്റ് ചെയ്താൽ മാത്രം മതി. നല്ലപോലെ വെള്ളം കുടിക്കുക. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമല്ല, സോൾട്ട്, എന്തെങ്കിലും സോൾട്ടിന്റെ ടാബ്ലറ്റ്സ് ഇടുക. ഹൈഡ്രേഷൻ ടാബ്ലറ്റ്സ് കിട്ടും. ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. ഇവിടെ ഹൈഡ്രേഷൻ ടാബ്ലറ്റ്സ് ഉണ്ടോ നമുക്ക്? ഇല്ല. ഹൈഡ്രേഷൻ ടാബ്ലറ്റ്സ് ഞാൻ ഹെൽത്ത് കാർട്ടിൽ നിന്നാണ് കമ്പനിയുടെ യൂസ് ചെയ്യുന്നത്. ആ ടാബ്ലറ്റ്സ് കിട്ടും. അത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ലയിച്ചോളും. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ സോഡിയം പൊട്ടാസ്യം ഒക്കെ കയറും. നമ്മുടെ ഈ സോൾട്ടാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വെറ്റിലൂടെ, അല്ലാതെ വെള്ളമല്ല. സോൾട്ട് നല്ലപോലെ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ട്രക്കിങ്ങിനിടയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ എക്യുപ്മെന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം നല്ല എക്യുപ്മെന്റ്സ് വേണം സെലക്ട് ചെയ്യാൻ. കേരളത്തിലെ ട്രക്കിംഗ് അല്ല ഞാൻ പറയുന്നത്, പുറത്തു പോകുമ്പോൾ. കാരണം അത് മേടിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം കൊണ്ടുപോകുന്നത്. അവിടെ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു എക്യുപ്മെന്റ് ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ട്രക്ക് മുഴുവൻ നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നും. ഇപ്പൊ ഷൂ ആണെങ്കിൽ തന്നെ കൃത്യമായ സൈസ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇത് ഫ്രണ്ടിൽ പോയി ഇടിക്കും. എനിക്ക് കിളിമഞ്ചാരോ ഇറങ്ങിയ സമയത്ത് എന്റെ ഷൂ ഇച്ചിരി സൈസ് കൂടുതലായിരുന്നു. നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ എത്ര ടൈറ്റ് ആക്കിയാലും ഫ്രണ്ട് പോയിട്ട് ഇടിക്കും. അങ്ങനെ നഖം എന്റെ എത്രയോ പ്രാവശ്യം നഖം ഇളകി പോയിട്ടുണ്ടെന്ന് അറിയാം. അതെല്ലാം പെർഫെക്റ്റ് ആണോ നോക്കിയിട്ട് മാത്രമേ ഈ ട്രക്കിങ്ങിനൊക്കെ പോകാവൂ. ഈ ട്രക്കിംഗ് ടൂളൊക്കെ ചിലർ യൂസ് ചെയ്യുന്നവരുണ്ട്. ബാലൻസിന് വേണ്ടി വേണം യൂസ് ചെയ്യാം, അത് വേണ്ടാത്തവർക്ക് യൂസ് ചെയ്യാതിരിക്കും. പിന്നെ അത്യാവശ്യം സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക. ബേസിക്കലി ഈ മുട്ടിന്റെ സ്ട്രെങ്തനിങ് എക്സസൈസുകളൊക്കെ ഉണ്ട്. ജിമ്മിലൊന്നും പോകണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ അല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ട്രെങ്തനിങ് എക്സസൈസ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട് നല്ല സ്ട്രോങ് ആവും. ട്രക്കിങ്ങിനൊക്കെ അത്യാവശ്യം വേണ്ടതാണല്ലോ, എല്ലാത്തിനും വേണ്ട മുട്ട് തന്നെ. അപ്പൊ അത് സ്ട്രെങ്ത് ചെയ്യാനുള്ള എക്സസൈസ് ഒരുപാടെണ്ണമുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ട്രക്കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹിമാലയൻ ട്രക്കിങ് ഞങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ നടക്കേണ്ടി വരും. നമ്മൾ ഈ പ്രത്യേകിച്ച് മലയാളികൾ പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ ടീമിന്റെ കൂടെ പോകുമ്പോൾ അവര് വിദേശീയരോട് പിടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അന്നപൂർണ്ണ പോയാൽ അറിയാൻ പറ്റും. വിദേശ ഒരു ടീം വരികയാണെങ്കിൽ, ജപ്പാന്റെ കൊറിയയുടെ ഒരു ടീം വരികയാണെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന ലീഡറിന്റെ പുറകില് ഈ ഉറുമ്പ് പോകുന്ന പോലെ അവർ പോകും. എത്ര മണിക്കൂർ ലീഡർ നടക്കുന്നോ അത്ര മണിക്കൂർ അവരെ ലൈനായിട്ട് പോകും. നമുക്ക് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വെള്ളം കുത്തി കുടിക്കാൻ തോന്നും, നമുക്ക് പറ്റയ്ക്കും. അത് നമുക്ക് കോർ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ്. മറ്റേതൊരു ട്രക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള മസിലെല്ലാം കൃത്യമായ രീതിയിൽ എക്സസൈസ് ട്രെയിൻഡ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരും ഓരോ മസിൽസ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. ട്രക്കിങ്ങിന് മെയിൻലി ഈ മസിലൊക്കെ യൂസ് ചെയ്യുന്നത്, കോർ മസിൽസ് ഒക്കെ. നമ്മൾ അധികം വെയിറ്റ് കൊണ്ടല്ല നടക്കുന്നത്. ഇപ്പം വലിയ ട്രക്കിങ്ങിനൊക്കെ പോവാണെങ്കിൽ പോട്ടർമാർ കാണും. അപ്പം നമുക്കൊരു മാക്സിമം ഒരു 5 കിലോ 6 കിലോ ഒക്കെ എടുക്കാം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നടക്കണം. ടീമിന്റെ സ്പീഡിൽ തന്നെ നടക്കണം. കയറ്റമാണെങ്കിലും ഇറക്കമാണെങ്കിലും അത് നിങ്ങൾ പരിശീലിക്കണം. നമ്മൾ നടക്കുന്ന കിടക്ക് നിൽക്കാൻ പാടില്ല. പതുക്കെ ആണെങ്കിലും ജപ്പാൻകാരുടെ ടെക്നിക്ക് ഉണ്ട്. ജപ്പാൻകാർ പതുക്കെ നടക്കത്തുള്ളൂ, ഇങ്ങനെ പോകത്തുള്ളൂ. പക്ഷെ അവർ നിർത്താതെ മണിക്കൂറുകളാണ്. ഫോറസ്റ്റിന് മുകളിലോട്ടാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് തലവേദനയൊക്കെ വരും, നമുക്ക് ബുദ്ധിമുട്ടാവും, നമ്മൾ നിർത്തി വെള്ളം കുടിക്കും. അത് വിദേശീയർ ചെയ്യത്തില്ല. എന്റെ കൂടെ അന്റാർട്ടിക്കയിൽ വന്നപ്പോൾ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, സുബീർ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരന് 60 ലക്ഷം രൂപ അന്റാർട്ടിക്കയിൽ എക്സ്പെഡീഷന് പോകണമെങ്കിൽ. ഞാൻ ആദ്യമായിട്ട് അമേരിക്കൻ കമ്പനിയിലൂടെ പോകുന്നത്. അപ്പൊ ഞങ്ങൾ 5 പേരാണ് ഉള്ളത്. ഈ സുബീർ പക്ഷി എന്റെ കൂടെ എവറസ്റ്റ് കയറിയ ആളാണ്. പുള്ളിക്കാരന് വലിയ സ്പീഡ് അല്ലെങ്കിലും പുള്ളിക്കാരന് എവിടെ നടന്നു കയറും, ഒറ്റ കൺസ്റ്റന്റായിട്ട് നടക്കും. പക്ഷേ ഈ അമേരിക്കക്കാരന്റെ ഗൈഡിന്റെ കൂടെ സ്പീഡ് പിടിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ 4 പേര് നടക്കുമ്പോൾ ഇതേ കുറച്ച് പുറകിലാവും. കാരണം ഇവരെല്ലാം തമ്മിൽ റോപ്പ് ചെയ്തിരിക്കുക. ഒരാളുടെ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെ സ്പീഡ് കുറയും. അങ്ങനെ 2-3 പ്രാവശ്യം ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ തിരിച്ചയച്ചു. 60 ലക്ഷം രൂപയും പോയി. ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കാല് പിടിച്ചു നോക്കി, എത്ര $1 വേണമെങ്കിലും തരാം, എന്നെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. സമ്മതിച്ചില്ല. ആ ഒരു സ്പീഡിൽ, പക്ഷെ പുള്ളി നടക്കും, പക്ഷെ ആ സ്പീഡിൽ നടക്കാൻ പറ്റില്ല. അപ്പൊ വലിയ എക്സ്പെഡീഷൻ ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഡിൽ നടക്കാൻ പഠിക്കുക, നിർത്താതെ. പക്ഷെ നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ട്. 5000 മീറ്ററിൽ ചെല്ലുമ്പോൾ നമ്മുടെ നടത്തത്തിന്റെ സ്പീഡ് കുറയും. നമ്മള് വായിക്കൂടെ മൂക്കിക്കൂടെ ഒക്കെ ശ്വാസം എടുത്തിട്ടായിരിക്കും നടക്കുന്നത്. എല്ലാവരും, ഞാൻ ഉൾപ്പെടെ. നമുക്ക് അസുഖങ്ങൾ വരും. ഭക്ഷണം നമുക്ക് ഇവിടുത്തെ ഭക്ഷണം കിട്ടത്തില്ല. ആ സമയത്ത് വിശപ്പ് കാണത്തില്ല. ഒന്നാമത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ. രണ്ടാമത് നിങ്ങളുടെ വായൊക്കെ പൊട്ടിയൊക്കെ ഇരിക്കുകയായിരിക്കും.
മൂന്നാമത് ഭക്ഷണത്തിന് രുചി ഉണ്ടെങ്കിലും നമുക്ക് രുചി തോന്നത്തില്ല, ഭക്ഷണം തിന്നാനും നമുക്ക് തോന്നത്തില്ല. പക്ഷെ നമുക്ക് കോൺസെൻട്രേറ്റ് നടക്കാനുള്ള എനർജി വേണം തന്നെ. അതിനൊക്കെ ഞാൻ ചെയ്യാറുള്ള സാധാരണ സപ്ലിമെന്റ്സ് എടുക്കാറുണ്ട്. ഹെൽത്ത് കാർട്ടിന്റെ തന്നെ ഒരു എന്താ പറയാ ഒരു ടാബ്ലറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് മിക്കവാറും ട്രക്കിങ്ങിന് പോകുന്നതിന് ഒരു 2 ആഴ്ച മുമ്പേ കഴിച്ചു തുടങ്ങും. ട്രക്കിങ് തീരുന്നവരെ കഴിക്കും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കൃത്യമായിട്ട് വിറ്റാമിൻസും മിനറൽസും ഒന്നും കിട്ടത്തില്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ യാത്രകൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓടി കയറുന്ന ഒരാള് അവസാനം ചിലപ്പോൾ ഓടിക്കയറണമെന്നില്ല. ഞങ്ങളുടെ കൂടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പുള്ളിക്കാരൻ വന്നിട്ട് ഇടുക്കിയിൽ, പുള്ളിക്കാരൻ ഇടുക്കിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ലോ ആൾക്കാരുള്ള ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. അപ്പൊ ഞങ്ങള് 4 മണിക്കൂറോട് നടക്കുന്ന 2 മണിക്കൂറിന്റെ പുള്ളിക്കാരൻ എത്തിയിട്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കും. തമാശയാണ്. പക്ഷെ ബേസ് ക്യാമ്പ് എടുക്കാറായപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ കണ്ണൊക്കെ പുറത്തേക്ക് വന്ന് AMS അടിച്ചു. പിന്നെ ഗോരക്ഷേപ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്ന് കുതിരക്കകത്ത് കയറ്റി എവറസ്റ്റ് ബേസ് ക്യാമ്പിന് മുകളിലോട്ട് വിട്ടത്. എന്നിട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ മുകളിലെത്തി ദേശീയ പതാകയും പറപ്പിച്ച് 5 ക്യാമ്പ് താഴെ വിട്ടു. അങ്ങനെ പുള്ളിക്ക് $450 ചെലവായി. മനസ്സിലായത്? അപ്പൊ ഇടിക്കാരന നമുക്ക് ഓവർ കോൺഫിഡൻസ് ഒരിക്കലും ആവരുത്. എത്ര വലിയ ക്ലൈംബർ ആണെങ്കിലും ഓവർ കോൺഫിഡൻസ് കൊണ്ടൊന്നും നടക്കത്തില്ല. ഒറ്റ നിമിഷമായി നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് മുഴുവൻ പോവാം. കാലം തിരിഞ്ഞാൽ മതി. അപ്പൊ പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാൻ അറിയണം, സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയണം. കാരണം ഓരോ സിറ്റുവേഷൻസ് വരും, ഒരുപാട് സിറ്റുവേഷൻസ് വരും, ഇരിക്കുന്ന പോലെയാണ്. ആ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് നേരത്തെ മനസ്സിലാക്കാൻ പറ്റണം. നമുക്ക് പ്രശ്നമുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പരിഹരിക്കാൻ പറ്റണം. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ ക്വിറ്റ് ചെയ്യണം. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് കേദാർനാഥ് ഒന്നും പോയിട്ടില്ല, ഹിമാചലിൽ ഒരുപാട് ട്രക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ട്രക്കിങ്ങുകൾ, പിന്നെ ഇവിടെ പോയിരുന്നത് ഹേംകുണ്ട് സാഹിബിൽ പോയിട്ടുണ്ട്, വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. ഈ ഇന്ത്യൻ ഹിമാലയസിലെ ട്രക്കിംഗ് ഒക്കെ ഭയങ്കര മനോഹരമാണ്. അങ്ങനെ ട്രക്കിംഗ് ആണ് നമ്മൾ പോകുമ്പോഴേ. വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ലക്ഷ്യം നിങ്ങൾ ഒരിക്കലും ഒരു നിങ്ങളുടെ എന്താ പറയാ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് വെക്കരുത്. ചിലര് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തുന്ന കാര്യം മാത്രമേ അവർക്ക് ആലോചന കാണത്തുള്ളൂ. ഇവർ ഇടയ്ക്കുള്ളത് ഒന്നും കാണത്തില്ല. ഈ ഒരു ഡെക്കാത്തലൻ സ്റ്റോറി നിങ്ങൾ വന്നിട്ട് ഒരു ബാഗ് പർച്ചേസ് ചെയ്യാൻ വന്നിട്ട് ചിലപ്പോൾ ഇവിടെ നിൽക്കുന്നവര് ഇവിടുത്തെ ഒന്നും കാണത്തില്ല, ഡയറക്റ്റ് ഒരു ബാഗ് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥ. ഈ സ്റ്റോറൊന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ വന്നല്ലേ. അതുപോലെ പോകുന്ന വഴികളൊക്കെ ഭയങ്കര മനോഹരമാണ്. എനിക്ക് ഫോട്ടോ എടുക്കാം. ചില അവിടെ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്, അവർ സ്കെച്ച് കൊണ്ട് വന്നിട്ട് അവർ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. വിദേശീയരുടെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അവര് വരുന്നത് ഈ ടൈറ്റ് ഷെഡ്യൂളിലല്ല വരുന്നത്, അവരങ്ങനെ ഷെഡ്യൂൾ ഇല്ലാതെ വരുന്നത്. അവർക്ക് എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഇട്ടിട്ടാണ് അവർ വരുന്നത്. സന്തോഷം ഉണ്ടാക്കുന്ന സാധന കഥകളാണ്. അല്ല മുകളിലെത്തി ദേശീയ പതാക പറപ്പിക്കുന്നതിലല്ല എനിക്കങ്ങനെ സന്തോഷം കിട്ടിയിട്ടുള്ളത്. പലരും അതാണ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് വെക്കാറുള്ളത്. അതില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നം തീർന്നു. കാരണം പോകുന്ന വഴി എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെയും ലക്ഷ്യം. നമ്മുടെ ഒരു ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ കൂടെ വന്ന ഒരു വിദേശി, ഒരു അമേരിക്കക്കാർ ഞങ്ങളെ ഒരുപാട് വഴക്കല്ല പറയുന്നത്, ഒരു പ്ലീസ് പ്ലീസ് നിനക്ക് ചേർത്താണ് പറയുന്നത്. സത്യ അവർ ഈ കാടിന്റെ മനോഹാരിതയും കാടിന്റെ സൗണ്ടും അവിടുത്തെ ഫീലിംഗ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആ കൂട്ടത്തിൽ പാട്ടിട്ട് പോകുന്ന ഒരിക്കലും ശരിയാണ്. നിങ്ങൾ അങ്ങനെ പാട്ടിട്ടൊക്കെ ട്രക്ക് ചെയ്യുന്നതിലാണ് വീട്ടിലിരിക്കുന്നതിന്റെ നല്ലത്. ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ആ സ്ഥലം എൻജോയ് ചെയ്യാൻ വേണ്ടി പോകണം. അത് നല്ല ട്രക്കിംഗ് ആൾക്കാർ അങ്ങനെ ആയിരിക്കും. അവർ മിണ്ടത്തേ ഇല്ല, അവർ മെഡിറ്റേറ്റീവ് സ്റ്റേജിലായിരിക്കും. അതേപോലെ ഉറുമ്പ് പോകുന്നവർ പോകുന്നു പറഞ്ഞില്ലേ, അവര് അങ്ങനെ 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 അവരുടെ ഒരു നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കാലുകൾ ഇങ്ങനെ മുന്നേ വെച്ച് 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 പോകും. മെഡിറ്റേറ്റീവ് സ്റ്റേജ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അത് തരുന്ന റീജുനേഷൻ വലിയ ചെറിയ കാര്യമല്ല. വലിയ സ്ട്രെസ്സിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം അങ്ങനെ ഒരു റീജുനേഷൻ ഭയങ്കരമാണ് കിട്ടുന്നത്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ തന്നെ ഒരു 3 ദിവസം നിങ്ങളൊക്കെ മാസത്തേക്ക് ട്രക്കിങ്ങിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര രസമായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് കൂട്ടമായിട്ട് പോയാൽ മതി. അത് തമ്മിലധികം സംസാരിക്കാതെയും പിന്നെ ആ ഒരു നേച്ചറിന്റെ ഒരു ഭംഗി ആ ഒരു ആസ്വദിച്ചും പോകുന്നത്. അങ്ങനെയാണ് അവിടെ ഈ പറയുന്ന ഹിമാലയൻ ട്രക്സ് ഒക്കെ ചെയ്യേണ്ടത്. ഷെർപ്പമാരൊക്കെ ഷെർപ്പാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഹിമാലയത്തിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ജനിച്ച് കിടക്കുന്ന ആൾക്കാരാണ്. അവര് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവര് അവിടുത്തെ ആൾക്കാരാണ്. അവര് കാട്ടിട്ട് പോകും, അവര് ചെറിയ ചെരുപ്പിട്ടോട്ട് ഓടി കയറും, അവര് 100 കിലോ ഒക്കെ പുറത്ത് വെച്ചുകൊണ്ട് പോകും. നമ്മൾ സാധാരണ ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഈ ഏഷ്യൻസിന് ഒരു എന്താ പറയാ യൂറോപ്യൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബയോളജിക്കലി സ്ട്രെങ്ത് കുറവാണ്. പെട്ടെന്ന് നമ്മുടെ മുട്ട് പോവുകയും പെട്ടെന്ന് നമ്മുടെ ആരോഗ്യം പോവുകയും
ഒക്കെ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മള് ജപ്പാൻകാർ, കൊറിയക്കാര്, ചൈനക്കാരുടെ അവസ്ഥ പറയുന്നത്. യൂറോപ്യൻസ് ബിൽറ്റ് ഇൻ അവർ വേറെ സാധനമാണ്. അത് നമുക്ക് അവരുടെ ഭക്ഷണ രീതിയോട്ട് ഒന്നുമല്ല, അവർ ജനറ്റിക്കലി നമ്മളെക്കാൾ ഭയങ്കര സ്ട്രോങ് ആണ്. പല രാജ്യക്കാരും തണുപ്പിനോട് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനൊരു കഴിഞ്ഞ ട്രക്കിങ്ങിന് പോയപ്പോൾ ഒരു വിദേശി വൈദ്യുതി സംസാരിക്കുന്ന കൂട്ടത്തില് ചോദിച്ചു, നിങ്ങള് തണുപ്പിന് പ്രശ്നമില്ലല്ലോ, യൂറോപ്പിൽ നിന്ന് വരുന്നവരാ, അവര് മൈനസ് ഒക്കെ അവര് സ്ഥിരമായിട്ട് കാണുന്ന. അപ്പൊ അവര് പറഞ്ഞു വെച്ചാൽ അതൊക്കെ ശരി തന്നെ, പക്ഷെ ഞങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴേ ഞങ്ങള് എയർ കണ്ടീഷൻ റൂമിലായിരിക്കും ഉറങ്ങുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അതില്ലല്ലോ, ഞങ്ങളുടെ പ്രശ്നം അതാണ്. അവർക്ക് ഈ നടക്കുന്ന എടുക്കുന്നതൊന്നും പ്രശ്നമില്ല. നമുക്ക് രാത്രി ഉറങ്ങുമ്പോൾ ഈ പറയുന്ന ടി ഓസസിലും ടെന്റിലും ഒന്നും എയർ കണ്ടീഷൻ ഇല്ലല്ലോ. അവരൊരു റൂം ടെമ്പറേച്ചർ കീപ്പ് ചെയ്ത് അവിടെ ഉറങ്ങുന്നത്, അതാണ് അവരുടെ പ്രശ്നം. അപ്പൊ അവര് ഞങ്ങൾക്കത് ഭയങ്കര പ്രശ്നമാണ്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കൊരു പുതപ്പ് കിട്ടിയാൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും. അപ്പം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അവര് നമ്മളെക്കാളും കുറച്ചും കൂടെ ബിൽറ്റ് ഇൻ ഭയങ്കര സ്ട്രോങ് ആണ്. യൂറോപ്യൻസും അമേരിക്കൻസും അവരുടെ ശീലങ്ങളും അവരുടെ ജെനറ്റിക്സും വേറെയാണ്. അവരെ നമ്മളോട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഭയങ്കര നല്ല ക്ലൈംബേഴ്സ് ആയി മാറുകയൊക്കെ ചെയ്യുന്നത്. നോക്കിയാൽ ചരിത്രത്തിലാണെങ്കിലും അവരൊക്കെ തന്നെയാണ് നല്ല ക്ലൈംബേഴ്സ് ആയിട്ടുള്ളത്. നമുക്കൊരു പെർഫോമൻസ് നമുക്ക് അതിൽ മേലോട്ട് ചെയ്യാൻ പറ്റും. ചിലരുണ്ട്, എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അപ്പലാച്ചിയൻ ട്രെയിൽ കിടക്കുന്നു, പാറ്റഗോണിയൻ പർവ്വതങ്ങൾ കിടക്കുന്നു അർജന്റീനയിൽ, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഓരോന്നോറും തീർത്ത് നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് എല്ലാം വെക്കുക. നിങ്ങൾ തന്നെ നിങ്ങളെ പരീക്ഷിച്ച് നോക്കുക എന്നേ ഉള്ളൂ. മൗണ്ടൻ ഹാർഡ്വെയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാഗാണ്. ഇതിന്റെ പ്രത്യേകത 25 കിലോ നിങ്ങൾ തോളത്തിട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് പൂ പോലെ കിടക്കും, ഒരു വെയിറ്റും അറിയില്ല. എത്ര വെയിറ്റ് കയറ്റിയാലും അറിയുന്ന ഒരാളെ തന്നെ ഇതിനകത്ത് ഇട്ടോണ്ട് പോകും. ഇതാണ് ഞാൻ എവറസ്റ്റിൽ ഉപയോഗിച്ച സ്ലീപ്പിംഗ് ബാഗ്. ഈ സ്ലീപ്പിംഗ് ബാഗ് ഇതിനകത്ത് തിരിച്ച് ഇതിനകത്തല്ല ആയിരുന്നില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് വാട്ടർ പ്രൂഫ് ഒരു ബാഗാണ്. ഈ സാധനം ഇതിനകത്ത് വെള്ളം കയറത്തില്ല, ഇത് സെപ്പറേറ്റാണ്. C2 സബ്മിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സാധനം. അപ്പം ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു ബാഗ് ആയിരുന്നു ഇരുന്നത്. ഞാൻ 20 മിനിറ്റ്സ് എടുത്തിട്ടാണ്, കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡ് 6200 മീറ്ററിലൊക്കെ നമുക്ക് ഓക്സിജൻ വളരെ കുറവാണ്. ടെൻറ്റിൽ ഇരുന്നിട്ട് ഏറ്റവും കഷ്ടപ്പെട്ടത് ഈ സ്ലീപ്പിംഗ് ബാഗിൻ്റെ കവറിനകത്ത് കയറ്റാനായിരുന്നു. ഇത് എവറസ്റ്റ് ഉപയോഗിച്ച സ്ലീപ്പിംഗ് ബാഗാണ്. മർമോത്ത് എന്ന് പറഞ്ഞ കമ്പനിയുടെ 1.5 ലക്ഷം രൂപേൻ്റെ വില. ഇതിനകത്ത് പറഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്ന ഡക്ക് ഫെദറാണ്. ഡക്ക് ഡൗൺ ഫെദർ എന്ന് പറയും. ഡക്കിൻ്റെ ഈ താടിയുടെ ഇടയിലത്തെ ഫെദറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ചൂടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നില്ല അപ്പുറത്തെ ചൂടാണ്. ഇതൊരു വാട്ടർ പ്രൂഫ് ഡബിൾ ബാഗാണ്. എക്സ്പെഡീഷൻ കൊണ്ടുവന്ന ബാഗാണ്. നോർത്ത് ഫേസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. ഞാൻ ട്രക്കിങ്ങിനൊക്കെ യൂസ് ചെയ്തോണ്ടിരുന്ന ഷൂ ഇതായിരുന്നു കേട്ടോ. ലാസ്റ്റ് 41 എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷൂസാണ്. നിങ്ങൾ നേപ്പാളിലൊക്കെ പോവുകയാണെങ്കിൽ ഓർക്കുക, ലാസ്റ്റ് 41. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചൊക്കെ പരീക്ഷിക്കാറുണ്ട്. കാരണം അവിടെ പോയി കഴിയുമ്പോഴേ ചൂടുവെള്ളം വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങളൊക്കെ ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഇതിനൊരു 4000 രൂപ വരും. ഇതിനൊരു $250. ഇതാണ് എൻ്റെ ഒരു -30 ഒരു ഫെദർ ജാക്കറ്റ്. റാബ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. ഇതാണ് ഡക്ക് ഫെദറാണ്. നമ്മൾ പോകുമ്പോൾ മിക്കവാറും മഞ്ഞൊക്കെ പെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഹാർഡ് ഷെൽ എന്ന് പറയും. ഹാർഡ് ഷെല്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുകയാണെങ്കിലും അല്ലെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന ഹാർഡ് ഷെൽ ഇതാണ്. ഇതൊരു വാട്ടർ പ്രൂഫ് ജാക്കറ്റാണ്, വിൻഡ് പ്രൂഫുമാണ്. എത്ര കൊടുങ്കാറ്റടിച്ചാലും ഇതിനകത്ത് വിൻഡ് കയറത്തില്ല. കൂടുതൽ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോഴേ ഈ തണുപ്പിനേക്കാൾ ഉപരി വിൻഷില്ലായിരിക്കും കൂടുന്നത്. വിൻഡ് അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തണുപ്പ് കയറും, നിങ്ങൾ തകരും. ഈ സാധനം നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. ഇതാണ് ഞാൻ ബഫ് എന്ന് പറഞ്ഞത്. അതിവിടെ നമുക്കുണ്ടല്ലോ ബഫല്ലേ. ഈ ബഫ് എന്ന് പറഞ്ഞ സാധനം ഒരു കമ്പനിയുടെ പേരാണ്, BUFF എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെക്കിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് കണ്ണാടി വെക്കും, തൊപ്പിയും വെക്കും. ഇത് UV പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. ഇത് അമേരിക്കൻ കമ്പനിയാണ്, സ്മാർട്ട് ബോൾട്ട്. ഇതിന്റെ പ്രത്യേകത ഇത് എത്ര ഇട്ടാലും നാറ്റം വരത്തില്ല. ഇതാണ് റോണർ എന്ന് പറഞ്ഞ കമ്പനിയുടെ സോക്സ്. ഇത് കണ്ടാൽ ഇങ്ങനെ ഇരിക്കുമെങ്കിൽ ഇത് 5000 രൂപ വിലയുള്ള. തണുപ്പ് പോകുമ്പോൾ എല്ലാവരും ഇതുപോലെ ക്വാളിറ്റി ഉള്ളവരെ മേടിച്ച് വെക്കണം. നമ്മുടെ ഊട്ടി പോകുമ്പോൾ വെക്കരുത്. ഒരെണ്ണം കൊണ്ടുപോയാൽ മതി. പക്ഷേ
രാത്രി കിടന്നുറങ്ങാൻ നേരം മാക്സിമം തല മറച്ചു വെച്ച് കിടന്നുറങ്ങുക. യാത്ര ചെയ്യുമ്പോൾ ചെവി തുറന്നു വെച്ച് യാത്ര ചെയ്യുക. യാത്ര ചെയ്യുമ്പോൾ ചെവി അടച്ചു വെച്ച് യാത്ര ചെയ്യുക. കാരണം ഇക്വിലിബ്രിയം കറക്റ്റ് ആവത്തില്ല. പല ആൾക്കാർ ഈ ചെവി കെട്ടി ഇങ്ങനെ മൂടിപ്പോവും. അതിൻ്റെ കാര്യം പോക്കാം. കുറച്ച് കഴിയുമ്പോൾ ഹൈയാൾട്ടിലൂടെ പോകാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? ഇത് തുറന്നു വെച്ചിട്ട് യാത്ര ചെയ്യണം. കാരണം വായു സഞ്ചാരം ഉണ്ടാവണം. നമ്മുടെ ഇക്വിലിബ്രിയം കറക്റ്റ് ആവണം. ചെവി ഒരിക്കലും അടയ്ക്കാൻ പാടില്ല. രാത്രി ഉറങ്ങുമ്പോൾ അടയ്ക്കാം, നടക്കുമ്പോൾ ഒരിക്കലും അടയ്ക്കരുത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ട്രക്കിങ്ങിന്. ഇത് ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ്. നമ്മൾ ക്ലൈംബ് ചെയ്യുന്നവർ സാധാരണ ഹെൽമെറ്റ് യൂസ് ചെയ്യാറുണ്ട്. അറിയാം, മേളിൽ നിന്ന് റോക്ക് വരും. അത് ഫ്രണ്ട്ഷിപ്പിക്കൽ ഉണ്ടാകുന്നില്ല ഹെൽമെറ്റല്ലേ. അതായത് റോക്ക് ഫോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹെൽമെറ്റ് വരും. ചെറിയ റോക്കായിരിക്കും, സൂചി പോലെ ചെറിയ റോക്ക്. അത് വന്ന് തലക്കകത്തോടെ കഴിഞ്ഞാൽ പോകും. ഇത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് രക്ഷപ്പെടാം. റോക്ക് ഫോൾ ഉള്ള ഏരിയയിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യും. ഒരുപാട് കമ്പനിയുടെ ഉണ്ട്. ഇത് ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ എല്ലാ എക്സ്പെഡീഷനും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതാണ് നമ്മുടെ ജീവൻ രക്ഷാദായകൻ. ഇതറിയാമല്ലോ, നമ്മൾ ക്ലൈംബ് ചെയ്യുന്ന ഈ സാധനം ഇട്ടായിരിക്കും ക്ലൈംബ് ചെയ്യുന്നത്. ഇതിലായിരിക്കും നമ്മൾ നമ്മുടെ എക്യുപ്മെൻസും ബാക്കി ക്യാരാബിനറും എല്ലാം കണക്ട് ചെയ്യുന്നു. ഇതിന് തന്നെ ഒരു രീതിയുണ്ട്. നിങ്ങൾ ആരെങ്കിലും മൗണ്ടൻ ആർമി ട്രെയിനിങ്ങിന് പോയവരുണ്ടോ? എങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യണം ബേസിക് മൗണ്ടനറിങ് കോഴ്സിന്. കാരണം 20,000 രൂപ ചിലവുള്ളൂ. 45 വയസ്സ് വരെ ഉള്ളവർക്ക് പോകാം. 50 ചില അലോ ചെയ്യുക. 20,000 രൂപയ്ക്ക് ഒരു മാസത്തെ ഇന്ത്യൻ ആർമിയുടെ ട്രെയിനിങ്, ഒരു മാസത്തെ ഭക്ഷണം, അൺലിമിറ്റഡ് ഭക്ഷണം, ട്രെയിനിങ്ങിൻ്റെ 3-4 ലക്ഷം രൂപയുടെ എക്യുപ്മെൻറ്റ്സ്, എല്ലാ സാധനങ്ങളും അവർ 20,000 രൂപയ്ക്ക് വരും. ബേസിക് മൗണ്ടനറിങ് കോഴ്സ് ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലം ഉത്തരകാശിയാണ്. നിങ്ങളൊക്കെ ഇവിടെ കോഴ്സ് ചെയ്തവരൊക്കെ കാണത്തില്ല അല്ലേ? ഉണ്ടാകുന്നല്ല, ചെയ്തിട്ടുണ്ടോ? നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിങ്ങിലാണ് ഞാൻ ബേസിക് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് ചെയ്യുന്നത് ഹിമാലയൻ മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഡാർജിലിംഗ്. പിന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഒരു PhD പോലൊരു കോഴ്സാണ്. അത് ഞാൻ ചെയ്തതാണ്. അതും നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിങ്ങിലാണ് ചെയ്തത്. ഇത് രണ്ടോ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതല്ലാതെ ദിറാങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പിന്നെ കശ്മീരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അങ്ങനെ 5-6 നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇന്ത്യയിൽ. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവാണ്. നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ അടുത്ത വർഷം കിട്ടത്തുള്ളൂ. പക്ഷേ ബേസിക് മൗണ്ടനിങ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അഡ്വാൻസ്ഡ് മൗണ്ടനിങ് കോഴ്സ് ചെയ്യാൻ പറ്റും. കാരണം അതിന് സീറ്റ് ഇഷ്ടം പോലെ അവൈലബിളാണ്. നോർത്ത് ഇന്ത്യയിലുള്ള അത്യാവശ്യം ട്രക്കിംഗ് ചെയ്യുന്ന പിള്ളേരൊക്കെ അവിടെ വന്ന് കോഴ്സ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഈ നമ്മുടെ നിങ്ങളുടെ ഒരു ശരീരത്തിൻ്റെ പോസ്റ്ററും നിങ്ങളുടെ ചിന്താഗതിയും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വലയും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ബേസിക് മൗണ്ടനിങ് കോഴ്സ് പോകുന്നത്. ഇനിയെങ്കിലും നമ്മൾ കാണുമ്പോൾ നിങ്ങൾ ഒരു മാസത്തെ കാര്യമേ ഉള്ളൂ. എന്തൊക്കെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു മാസം യൂസ് ചെയ്യും? കണ്ണടച്ചുറക്കം പോകത്തില്ല. അപ്ലൈ ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ മാസം ഉണ്ടല്ലേ? സൂപ്പർ കോഴ്സാണ്. എൻ്റെ ജീവിതം മാറ്റി മറിച്ച കോഴ്സാണ്. അപ്പോൾ അതിനൊക്കെ പോകുമ്പോൾ ഇതെല്ലാം പഠിപ്പിക്കും, എങ്ങനെ ഇടണം. കാരണം അത്യാവശ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ടിട്ട് അങ്ങ് ക്ലൈംബ് ചെയ്യുക ചെയ്യുന്നത്. ആരും കാണത്തില്ല. ഇടാൻ നേരം നമ്മൾ ഈ പറയുന്ന കയ്യിൽ വലിയ ഗ്ലൗസൊക്കെ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ പാടാണ്. ഇത് നമ്മളിങ്ങനെ ഇടും. നിങ്ങൾ റാപ്പലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? റാപ്പലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മോളിൽ താഴെ ഇറങ്ങുന്നതാണ് റാപ്പലിംഗ് എന്ന് പറയുന്നത്. ഉണ്ടോ? ഇനി ഇവിടെ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും താഴെ വീഴത്തില്ല. എപ്പോഴും നിങ്ങൾ പോകുമ്പോൾ സേഫ്റ്റിയിലായിരിക്കും പോകുന്നത്. ഈ റോപ്പിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് നമ്മളൊരു ക്യാരാബാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് റോപ്പിൽ അറ്റാച്ച് ചെയ്യും. പിന്നെ നമ്മൾ ഒരിക്കലും താഴെ വീഴത്തില്ല. അപ്പത്തച്ച വീണ് പോകുന്നവരൊക്കെ ഇത് എടുത്ത് വീണ്ടും അവിടെ വിടാൻ ശ്രമിക്കുമ്പോഴൊക്കെയാണ് വീണ് പോകുന്നത്. ഈ സാധനം മസ്റ്റാണ് ക്ലൈംബിങ്ങിന്. ചെറിയ ക്ലൈംബാണ് പോലും. ഫ്രണ്ട്ഷിപ്പിക്ക് ഇത് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇതാണ് മഞ്ഞിൽ നമ്മൾ ക്ലൈംബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനം. ഭയങ്കര പവറാ. ഇത് ടൈറ്റാനിയ, ഐസ് വെട്ടിപ്പൊളരും. ബ്ലാക്ക് ഡയമണ്ട് ആണ്. ഇത് ബ്ലാക്ക് ഡയമണ്ട്. ഒരുപാട് കമ്പനിയുടെ ഉണ്ട്, ഒരുപാട് നീളമുള്ളതുണ്ട്. ഇത് ഞാനിപ്പം നെക്സ്റ്റ് മന്ത് ഞാൻ അലാസ്കയിൽ പോവാം. വീണ്ടും ഡെനാലി പീക്ക് കയറാറുണ്ട്. ഇത് മസ്റ്റാണ്. ക്ലൈംബ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് എന്താ പറയുക, നമ്മൾ വലത് കയ്യിൽ ഇത് എപ്പോഴും പിടിച്ചുകൊണ്ട് പോയി. നമ്മൾ ഫ്രണ്ടിൽ വല്ല കുഴിയുണ്ടോ നോക്കാനും. പിന്നെ അത്യാവശ്യം നമ്മൾ റോപ്പ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൂടെ ഉള്ള ആൾ വീഴുകയാണെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കും അറസ്റ്റ് ചെയ്യുന്നത്, താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി. ഇതെല്ലാം പഠിപ്പിക്കും നിങ്ങളെ ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലീപ്പിംഗ് പാഡ്. എക്സ്പെർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ പാഡ്. ഇൻഫ്ലേറ്റബിൾ മാറ്റ് ഉണ്ടോ നമ്മുടെ? ഉണ്ടോ? ഒരുപാട് നല്ലത് വീർപ്പിച്ച് നോക്കിയിട്ടുണ്ട്. ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞിൻ്റെ കണ്ട കിടക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് നടുവേന വരും. ഈ സാധനം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും.
ഞാൻ തോട്ട വീണ് കഴിഞ്ഞാൽ ആ എക്സ്പെഡീഷൻ കുളമാകും. ഇത് വീർപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊരു പുഷ് ചെയ്യാനുള്ള മാട്രസായിട്ട് മാറും. നല്ല രീതിയിൽ വീർപ്പിക്കാം. ഒരുപാട് ഫോണുണ്ട്. ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം യൂസ് ചെയ്യത്തുള്ളൂ. സാധാരണ വലത്തെ കൈ മാത്രമേ യൂസ് ചെയ്യൂ. ചില 2 കൈ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതുകൊണ്ട് മാത്രമേ മഞ്ഞിലുണ്ടെങ്കിൽ നടക്കാൻ പറ്റത്തുള്ളൂ. ഇത് കൃത്യമായ ഷൂസിൽ ഉറപ്പിക്കുക എന്ന് പറയുന്ന ഒരു കലയാണ്. നമ്മൾ ക്ലൈംബ് ചെയ്യുന്ന ഇടയ്ക്ക് ചിലപ്പോൾ ഇത് ഇളകി തെറിച്ചു പോകും. അവിടെ കുരിഞ്ഞെടുക്കാനൊന്നും പറ്റത്തില്ല. പുറകിൽ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരിക്കും. പലരുടെ എക്സ്പെഡീഷൻ വരെ അങ്ങനെ ക്യാൻസൽ ആയിപ്പോകും. എവറസ്റ്റിൻ്റെ 8400 മീറ്ററിൽ ബ്ലാക്ക് ഡയമണ്ടിൻ്റെ അതിൻ്റെ ഇരുന്നത് അത് ഒരു കല്ലിൽ തട്ടി ഒടിഞ്ഞ് അതിൻ്റെ താഴത്തെ റോഡ്. എന്നിട്ട് അതൊരു ഡെഡ് ബോഡിയുടെ മണ്ടക്കൊക്കെ പോയി വീണ്ടും എടുക്കാൻ പറ്റാതെ അവസാനത്തെ 2 മണിക്കൂർ ഞാൻ ഈ സാധനം ഇല്ലാതെ നടന്നുകൊണ്ടിരുന്നത് ഒരു കാലിൽ. ഇതില്ലാതെ നമ്മൾ ഐസി ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഓയിൽ ചവിട്ടുന്ന പോലെ തിരിഞ്ഞടിച്ചു പോകും. ഇടാൻ പറ്റും. വേറെ കിട്ടിയോ ക്രാമ്പൺ? ഇല്ല, കിട്ടിയില്ല. ഇത് ഞാൻ വേറെ മേടിച്ചത്. ഇത് പെൻസിലാണ്. ഇപ്പോൾ ഓരോ വർഷവും ഈ എക്യുപ്മെന്റ്സിന്റെ പ്രത്യേകത ഓരോ വർഷവും പുതിയ മോഡൽ ഇറങ്ങും. നിങ്ങൾ മേടിച്ച് വെക്കുന്ന 2 വർഷം കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ട വരും. കാരണം ഇത് 12 പോയിന്റ് ക്രാമ്പോണാണ്. ഉണ്ട്. ഇത് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ മനസ്സിലാവും. ഇത് ഷൂവിനടി വെച്ചിട്ട് ഇത് ഐസിലോട്ട് കുത്തി കയറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മേലോട്ട് പോകുന്നത്. ഈ കുത്ത് വേറെ ആരുടെ കാലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഇതിൽ ആഴം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് അപകടം ഉണ്ടാവാറുണ്ട്. ഫ്രണ്ടിൽ പോകുന്ന ആളുടെ ചിലപ്പോൾ കാലിൽ കയറിയ സാധനം ഭയങ്കര സ്ട്രെങ്ത് ഇതിനകത്ത് പൊട്ടും. ഇതാണ് എവറസ്റ്റ് പോലെ 6000 മീറ്റർ അബോയിൽ കയറാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബൂട്ട്സ് ആയിരുന്നു. ഇത് 3 ലെയർ ബൂട്ട്സാണ്. ഗ്ലാസ് സ്പോർട്ടീവ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. ഇതിൻ്റെ അടി വേണം നമ്മുടെ ഈ ക്രാമ്പോൺസ് ഘടിപ്പിക്കാൻ വേണ്ടി. ഒരു ലെയർ, ഇത് 2ാമത്തെ ലെയർ. ത്രീ ലെയർ ബൂട്ട്സ് ലാസ്റ്റ് 40. ഇതാണ് ക്ലൈംബിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനം. ഞാൻ ദനാലിയിലൊക്കെ പോകുന്ന സമയത്ത് 21 ദിവസവും ഈ ഷൂവിനകത്ത് തന്നെയായിരിക്കും നമ്മൾ കാല്. ഇതിനകത്ത് പുറത്തെടുക്കത്തേ ഇല്ല കാല്. തിരിച്ചെടുക്കുമ്പോൾ കാല് വേറെ രൂപത്തിലായിരിക്കും. 21 ഡേയ്സ് കണ്ടിന്യൂസ് ആണ്. ഉറങ്ങുമ്പോൾ വരെ നമ്മൾ ഇതിനകത്ത് ചാലിക്കണം തുടങ്ങുന്നത്. അത് ലാൻഡ് ചെയ്യുന്നത് ഗ്ലേഷ്യറിലാണ്. 21 ഡേയ്സ് നടക്കുന്നതും എടുക്കുന്നതും രാത്രി പോകുന്നതും എല്ലാം ഇതിട്ടുണ്ടാകും. ഇതിൻ്റെ അടിയിൽ ക്രാമ്പോണും കാണും. ഇതാണ് കാരാബിനേഴ്സ്. ഒരുപാട് തരത്തിലുള്ള സാധനമുണ്ട്. ഇതാണ് ജുമാർ. കണ്ടിട്ടുണ്ടോ കാരണം? ഇത് നമ്മൾ ക്ലൈംബ് ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്താ പറയുക? ഇത് മേളിലോട്ട് മാത്രമേ പോകത്തുള്ളൂ. ഒരു റോപ്പിലിട്ട് ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാലേ മേളിലോട്ട് മാത്രമേ ഈ സാധനം പോകത്തുള്ളൂ, താഴോട്ട് വരത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ജുമാറിന്റെ അറ്റത്ത് ഇവിടെ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് നിങ്ങൾ റോപ്പിലോട്ട് ഇത് അറ്റാച്ച് ചെയ്യും. അപ്പൊ നിങ്ങൾ കൈ വിട്ട് കഴിഞ്ഞാൽ ഇത് താഴേക്ക് വരത്തില്ല. മേളിലോട്ട് കയറാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം ഇതാണ്. അതുപോലെ ഡിസെൻഡർ ഉണ്ട് നമ്മൾ താഴേക്ക് വരാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വേറെ അവിടെ വെച്ചിരിക്കുക. ഇതായിരിക്കും മിക്കവാറും സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ റോപ്പിൽ സേഫ്റ്റി ആയിട്ട് ഇടും. എപ്പോഴും അത് കാണും. ഈ 2 സേഫ്റ്റി എപ്പോഴും കാണും എവിടെ പോയി കഴിഞ്ഞാൽ. ഒന്ന് ഉരുമ്പം മറ്റേത് ഇടും. നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ പ്രത്യേകത ഇത് ചോറ് കയറിയാലും പൊട്ടത്തില്ല. മാത്രമല്ല അത് രാത്രി എന്താ പറയുക തിളങ്ങുകയും ചെയ്യും. പിന്നെ ആൽജിൻ കമ്പനിയുടെ ബോട്ടിൽസ് ചോറ് കയറ്റിയാലും പൊട്ടിക്കാൻ പറ്റത്തില്ല. അതവർ കമ്പനി തരുന്ന ഒരു ഉറപ്പാണ്. ഇങ്ങനെ എപ്പാടും പോകുമ്പോൾ മേടിക്കാം. ഇതതിൻ്റെ ഒരു പൗച്ചാണ്. മീൻസ് നമുക്ക് കുറച്ച് ചൂട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പൗച്ച്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം കൊണ്ടുവരാൻ പറ്റിയില്ല. ഇങ്ങനെ മൗണ്ടൻ ക്ലൈംബിങ്ങിന് പോകുമ്പോൾ എക്യുപ്മെൻറ്റ്സിലാണ് ബേസിക്കലി നമ്മൾ റിലേ ചെയ്യുന്നത്. ഏതെങ്കിലും എക്യുപ്മെൻറ്റ് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെഡീഷൻ ക്യാൻസൽ ചെയ്യേണ്ടത്. പിന്നെ കൊണ്ടുപോകുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഈ മൊത്തം എക്സ്പെഡീഷൻ ടൈമിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. സ്കൂബ ഡൈവിങ് അതിനുവേണ്ടി അവർ ചെയ്യുന്നത് ഈ സോപ്പ് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ മൗണ്ടൻ ക്ലൈംബിങ് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആൻറ്റി ഫോഗിങ് ഉള്ള ഗ്ലാസ് തന്നെ മേടിക്കില്ല. ആ ചെറിയ ഒരു 10 മിനിറ്റ് കണ്ണ് കാണാതാകുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ കുഴിയിൽ വീഴും. എന്നാലിപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഞാൻ ക്രിവാസിൽ വീണിട്ട് എൻ്റെ കയ്യിൽ ഒരു ഗൈഡ് ഗ്ലൗസ് ഉണ്ട്, ബ്ലാക്ക് ഡയമണ്ടിൻ്റെ. അത് ഞാൻ കൊണ്ടുവന്നില്ല. വലിയ ഗ്ലൗസാണ്, 8000 മീറ്റർ ഗ്ലൗസ്. അത് ഞാൻ ഒരെണ്ണം കുഴിയിൽ പോയി. ബാക്കി ഈ ഐസാക്സ് വെച്ച് വെട്ടി കയറിയാൽ ഞാൻ മേളിൽ നിന്ന് രക്ഷപ്പെട്ടു 2 പ്രാവശ്യം. അങ്ങനെ നമുക്ക് എന്ത് സംഭവിക്കാം. എല്ലാ എക്യുപ്മെൻറ്റ്സും പെർഫെക്റ്റ് ആയിരിക്കും.
അതിൽ ഒരു കോംപ്രമൈസിനും നിങ്ങൾ തയ്യാറാകും. എക്സ്പെഡീഷൻസ് പോവാണ്, ട്രക്കിങ്ങിന് പോകുമ്പോൾ അതുപോലെ നിങ്ങൾ നേരത്തെ പോയവരോടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നോക്കിയിട്ട് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണമെന്നുള്ള കാര്യം ഉറപ്പായിട്ടും അത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് അത് മേടിക്കണം. ഇന്ത്യയിൽ ട്രക്ക് ചെയ്യുന്നതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ ഐറ്റംസ് ഉണ്ട്, ഡെക്കാത്തലോൺ തന്നെ ധാരാളം. ഇതെല്ലാം ഇൻ്റർനാഷണൽ എക്സ്പെഡീഷൻസും ഇന്ത്യയിലെ നന്ദാദേവി പോലെയുള്ള ഡിഫിക്കൽട്ട് എക്സ്പെഡീഷൻസ് ഒക്കെ വേണ്ടി ആവശ്യമുള്ള സാധനം. ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാം? കഞ്ചൻജുങ്ക അതെ, നേപ്പാളായിട്ട് വരും. പക്ഷേ അത് കാഞ്ചൻജംഗ നമ്മൾ ഹയസ്റ്റ് പീക്കായിട്ട് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഒഫീഷ്യൽ ഹയസ്റ്റ് പീക്ക് മൗണ്ട് കേറ്റുവാണ്. കാരണം അത് നമ്മൾ POK അതിപ്പോഴും നമ്മൾ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ മൗണ്ട് കേറ്റു ഒരു ഇന്ത്യക്കാരന് കയറാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ഏരിയയിൽ 14 ദിവസത്തിൽ കൂടുതൽ പാകിസ്ഥാൻ വിസ കൊടുക്കത്തില്ല ഇന്ത്യക്കാർക്ക്. അതുകൊണ്ട് ഒരു ഇന്ത്യക്കാരും മൗണ്ട് കേറ്റു കയറിയിട്ടില്ല. കയറുമെങ്കിൽ എനിക്ക് അവിടെ കയറാൻ ഏറ്റവും താല്പര്യമുള്ള മൗണ്ട്, അത് കയറാൻ പറ്റത്തില്ല. പാകിസ്ഥാനിൽ ഒരു പിക്കും കയറിയിട്ടില്ലല്ലോ ഈ ഒരു ഇന്ത്യക്കാരും. ഇല്ലേ? അപ്പോൾ അല്ലല്ലോ, ഇത് നങ്കപർവ്വതൊക്കെ കയറാം. മൗണ്ട് കേറ്റു ഇരിക്കുന്ന സ്ഥലം POK-യിലാണ്. പിന്നെ കാഞ്ചൻജംഗയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഹയസ്റ്റ് പീക്ക്. അത് നേപ്പാൾ വഴി ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ത്യ അതിനൊരു സേക്രഡ് പീക്കായിട്ടാണ് കണ്ടിരിക്കുന്നത്. നേപ്പാൾ വഴി കയറാം, കാഞ്ചൻജംഗ എക്സ്പെഡീഷനാണ്. അപ്പോൾ 8000 മീറ്ററിൽ എത്ര പീക്ക് ഉണ്ടെന്ന് അറിയാമോ? 14 പീക്സ് ആവുക. അതിൽ കാഞ്ചൻജംഗ മാത്രമേ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുള്ളൂ, ബാക്കിയെല്ലാം നേപ്പാളിലും ചൈനയിലും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്, പാകിസ്ഥാനിലുമായി. പിന്നെ ഈ നിംസ്തായി ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട് പലപ്പോഴും. എവറസ്റ്റ് ഞാൻ പോയപ്പോഴും കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരനെ നേപ്പാളുകാർക്ക് ആർക്കും ഇഷ്ടമല്ല. കാരണം പുള്ളിക്കാരന് ഈ കൂടുതൽ ആൾക്കാരെ പുറത്തു നിന്നൊക്കെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവിടുത്തെ ലോക്കൽ ഷെർപ്പന്മാരുടെ റവന്യൂവിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. മനസ്സിലായില്ലേ? പുള്ളിക്കാരൻ കൊണ്ടുവരുന്നത് ബഹ്റൈൻ പ്രിൻസിനെയും ഖത്തർ പ്രിൻസസിനെയൊക്കെ 3 കോടി രൂപയൊക്കെ കൊടുത്ത എക്സ്പെഡീഷൻസിലാണ് കൊണ്ടുവരുന്നത്, എവറസ്റ്റ് പോലുള്ള എക്സ്പെഡീഷൻസ്. ആ ലോക്കൽ കമ്മ്യൂണിറ്റിയിലേക്ക് ആ പൈസ എത്തുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന അങ്ങനെയുള്ളവരെ അവർക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഇപ്പോൾ നേപ്പാളിൽ ഒരുപാട് ഷെർപ്പന്മാരായിട്ട് പേഴ്സണൽ റിലേഷൻ. അപ്പോൾ അവർ പറയും ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് പാവപ്പെട്ട ആൾക്കാരാണ് അവർ. ഈ സീസണിൽ ക്ലൈംബ് ചെയ്തിട്ട് ഓഫ് സീസണിൽ കൃഷിയായിരിക്കും അവരുടെ പണി. അവരുടെ ഭാര്യമാരൊക്കെ ഈ റെസ്റ്റോറൻ്റൊക്കെ നടത്തുമായിരിക്കും. പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ പാവപ്പെട്ട ആൾക്കാരാണ്, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ ഒരുമിച്ച് എല്ലാം കൂടെ മേടിക്കാതെ നിങ്ങൾ ഭാവിയിൽ ട്രക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ഓരോ സാധനം, ഒരു ദിവസം ട്രക്കിംഗ് ബോൾ മേടിക്കുക, ഒരു മാസം അടുത്ത മാസം വേറെ ബാഗ് മേടിക്കുക, അങ്ങനെ എക്യുപ്മെൻറ്റ്സ് പെർഫെക്റ്റ് ആക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, മറുപടി പറയാം. ബുദ്ധിമുട്ടുണ്ടായത് മൗണ്ട് ദനാല് തന്നെയാണ്, നോർത്ത് അമേരിക്കയിലെ ഹയസ്റ്റ് പീക്ക്. ട്രക്കിംഗ് അല്ല, ക്ലൈംബിംഗ് ആണ്. അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഷെർപ്പന്മാരൊന്നുമില്ല. നമ്മൾ തന്നെ നമ്മളുടെ ഒരു 25 കിലോ ഈ ബാഗിലും ഒരു 40 കിലോ ഈ ബാഗിലും ആക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകണം. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വെയിറ്റ്, ഭക്ഷണത്തിൻ്റെ വെയിറ്റാണ്, ഇങ്ങോട്ടൊരു ഹ്യൂമൻ വേസ്റ്റിൻ്റെ വെയിറ്റ് കാണും. അതിന് പ്രത്യേകം വലിയ ടിന്നൊക്കെ തരും, അതിനകത്ത് സൂക്ഷിച്ച് കൊണ്ടുപോകാം. അവിടെ ഉപേക്ഷിക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ക്രിവാസുകളാണ് കൂടുതൽ. എവറസ്റ്റിലൊക്കെ ഈ എന്താ പറയുക, ലാഡർ വെച്ചിട്ടുണ്ട് ക്രോസിങ്ങിന് വേണ്ടി. ഇവിടെ അങ്ങനൊന്നുമില്ല. നമ്മൾ പോയി ചെറിയ കുഴിയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ ഐസ് ചെറിയ ലെയറായിട്ട് നിൽക്കും. നമ്മൾ പോകുന്ന വഴിക്ക് ഇതിനകത്ത് ചവിട്ടി താഴേക്ക് പോകും. അതിന് ഒറ്റയ്ക്ക് പോകുന്നത് സേഫ് അല്ല. 2 പേരാണെങ്കിൽ 2 പേര് തൊട്ട് നല്ലതാണ്. ഒരാൾ വീഴാണെങ്കിൽ മറ്റേയാൾക്ക് അറസ്റ്റ് ചെയ്തിട്ട് അയാളെ വലിച്ചു കയറ്റാൻ പറ്റും. അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസൊക്കെ ഭയങ്കരമാണ്. ഇതങ്ങ് ആ സമയത്ത് രാത്രി കാണത്തില്ല, അവിടെ പകൽ മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, സൂര്യൻ എപ്പോഴും ഉദിച്ച് നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ബയോളജിക്കൽ ക്ലോക്കൊക്കെ തെറ്റും. എവറസ്റ്റ് ഒന്നും അങ്ങനെയല്ല, രാത്രിയാകുമ്പോൾ പകലാകുമ്പോൾ പകലായി. അവിടെയൊക്കെ കഴിഞ്ഞ 2 വർഷം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഹൈറ്റുള്ള ട്രക്കൊന്നുമല്ല, പക്ഷെ അവിടെ ഇതുപോലെ സേഫ്റ്റി ഇല്ലാതെ പോയിട്ട് ഒരു ചെറിയ താഴെ വീണ് മരിച്ചു. എൻ്റെ കൂടെ മൗണ്ടനറിങ് ട്രെയിനിങ്ങിന് വന്നൊരു പുള്ളിക്കാരൻ. ചെറിയൊരു അശ്രദ്ധ മതി. നമ്മൾ അഗസ്ത്യാർകൂടം പോകുമ്പോൾ പോലും പല പോയിന്റുകളും കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വീഴാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ആ ഈറ്റക്കാടിനകത്തൊക്കെ കയറുമ്പോൾ മലയുടെ മണ്ടയ്ക്ക് ആൾക്കാർ കയറി ഇരിക്കാറുണ്ട്. അതൊന്നും തന്നെയാൽ മതിയല്ലോ. അപ്പോൾ എല്ലാം നമ്മൾ ഫുൾ വിജിലൻ്റ് ആയിരിക്കണം പോകുമ്പോൾ. തമാശ കാണിക്കാതെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുക, അതുപോലെ പ്ലേസിൽ വരുമ്പോൾ എടുക്കുക. അല്ലാത്തപ്പോൾ വളരെ ഇതായിട്ട് നമ്മൾ പോവുക. അഗസ്ത്യാർകൂടത്തിലൊക്കെ പോകുമ്പോൾ ഷർട്ട് ഇടരുതെന്ന് പറയാറുണ്ട് സാധാരണ. ഡ്രസ്സ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാറ്റിന് പോലും ഔഷധം കൊണ്ടുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ ഷർട്ട് ഇടാതായിരിക്കും പോകുന്നത്. കാരണം അവിടെ അത്രയ്ക്ക് ഒരു
നമുക്കൊരു ഭയങ്കര വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ക്രിസ്റ്റീൻ ആയിട്ടുള്ള പ്ലേസാണ്. അത്രയ്ക്ക് ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിരിക്കും. ആ ഒരു അഹങ്കാരമൊക്കെ നമ്മൾ ഇവിടെ കാണിക്കാവോ? ഞങ്ങളിപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയിട്ട് ഷർട്ട് ഇടാതിരിക്കുക ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ 10 സെക്കൻഡ് 20 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ തണുക്കും. ഓടി തണുത്ത് കഴിഞ്ഞാൽ വലിയ പാടാണ്. അവിടെ പോകുമ്പോൾ നമ്മൾ അധികം ഇങ്ങനെ കാണിക്കാതെ ഇവിടെയൊക്കെ നമുക്ക് എന്ത് വെള്ളം കാണിക്കും. ഫൈനലി നമ്മൾ ഷെയ്ഖ് ഹസൻ ഖാനായിട്ടുള്ള വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടുള്ള ഇതിലാണ്. കുറച്ച് ഫ്രണ്ട്സിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് മാത്രമല്ല, വർക്ക്ഷോപ്പ് എങ്ങനെയുണ്ട്? വർക്ക്ഷോപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? വർക്ക്ഷോപ്പ് അടിപൊളിയായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചാലും അഡ്വാൻസ്ഡ് രീതിയിലായിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലേ? ആളവിടെ ഉണ്ട് കേട്ടോ. ആളവിടെ എല്ലാം ആള് പുലിയാണ്. ആള് പുലിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും അടുത്ത് കാണാൻ പറ്റി. കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. നമ്മുടെ ഒരു ആഗ്രഹം മാത്രമാണ്. പിന്നെ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാൻ പറ്റും.